അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ക്യാമ്പിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഗൈസ് അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ചൂടിൻ്റെ അകത്ത് ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. സൈഡ് തീയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ദാസപ്പനും സേതുവൊക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ മുറിക്കകത്ത് കിടക്കുകയാണ്. കേടിങ്ങമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ക്യാമ്പിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ ഗൈസ്. അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു ക്യാമ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് കുറെ പേര് നല്ല നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിടുന്ന വീഡിയോക്കകത്ത് ക്യാമ്പിംഗ് വീഡിയോ വേണം, ക്യാമ്പിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങൾ രണ്ട് ടെന്റ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതെ അതെ. പക്ഷെ അത് ഫിറ്റ് ചെയ്യാനൊന്നും നമുക്ക് അറിയത്തില്ല. അതൊക്കെ വഴിയേ പറയാം. അപ്പൊ എല്ലാവർക്കും ഈ ക്യാമ്പിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്നാലും കുറച്ച് പേർക്കൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഒരു കണ്ടത്തിന് സൈഡിൽ പോയി നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് കിടക്കുമായിരുന്നു. അപ്പം കുറേ കമൻറ്റൊക്കെ വന്ന് താറാവുകാരാന്നൊക്കെ പറഞ്ഞു. താറാവുകാർ വിട്ട് രണ്ട് ടാർപ്പയും വലിച്ചു കെട്ടി ഇടയ്ക്ക് കിടക്കുമെന്നൊക്കെ പക്ഷേ ഞങ്ങളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തു. ഞങ്ങൾക്കത് കണ്ട് ചിരിയാ വന്നില്ലടാ. അതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയില്ല. നിങ്ങളുടെ ആ ഒരു കമൻറ്റ് പ്രകാരം ഞങ്ങൾ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ 15 മിനിറ്റ് കാണും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കാണും. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളെ എങ്ങനെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലം നോക്കി അങ്ങോട്ട് സെറ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നേരെ അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇന്നൊരു രാത്രി മൊത്തം നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകണല്ലേ? അപ്പം എന്തായാലും പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോയാലോ? നല്ലൊരു സ്ഥലം നോക്കും കേട്ടോ. ഇവിടെ നമുക്ക് പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് വേണം നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോയി നോക്കാം. എന്തായാലും കഴിഞ്ഞ വീഡിയോക്കകത്ത് നമുക്ക് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. മുളയൊക്കെ വെട്ടണമായിരുന്നു, പിന്നെ ടാർപ്പൊക്കെ വലിച്ച് കിട്ടണമായിരുന്നടാ. ഷീറ്റൊക്കെ അടിക്കണമായിരുന്നു. അതെ, ഇന്ന് നമുക്ക് ടെന്റ് സ്പോൺസർ ചെയ്തത് നമ്മുടെ മുത്തണ്ണനാണ്. നമ്മുടെ കമോൺ ആംഗ്ലേഴ്സ് ടീമാണ് നമുക്ക് ഇന്ന് നമ്മുടെ ടെന്റ് എല്ലാം കൂടെ നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ടെന്റ് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലടാ. ഞങ്ങൾക്ക് ആകെ അറിയാതെ രണ്ട് മുള വെച്ച് കെട്ടിട്ട് ടാർപ്പ് വലിച്ചു കേട്ടാണ് നമുക്ക് അറിയാവുന്നത്. എന്താ താറാവ് കൂട്ടക്കാരല്ലേ? ഇവിടെ എങ്ങനെ ഉണ്ടോ സ്ഥലം? ഉൾക്കാടല്ലേ? പക്ഷെ ഇവിടെ കൊള്ളാടാ. ഇവിടെ നോക്കിയൊന്ന് ചാണകം ഉണ്ടല്ലേ? ചാണകത്തിന്റെ ഇറക്കാൻ വയ്യ. കുഴി കുഴി ഗൈസ്. അപ്പൊ ഞങ്ങള് വേണ്ടേ പച്ചയായാലും കൊള്ളാം കേട്ടോ. അവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല വെള്ളം കേട്ടോ. ഒരു കുപ്പിയും കേട്ടോ പിടിക്ക്. നല്ല പച്ച വെള്ളം അവിടെ കണ്ടോ. അതെ കേട്ടോ. ഇവിടെ നല്ല തെളിഞ്ഞ സ്ഥലമാണ്. അവിടൊക്കെ ടെന്റ് ഇടാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വൈബ് കിട്ടുന്നില്ല ഇവിടെ നിന്ന്. എന്താ ചെയ്യുന്നേ? നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇത് നമ്മുടെ പാടശേഖരം കേട്ടോ. നമ്മുടെ മെയിൻ പാടശേഖരത്തിലോട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അതെ അതെ. ആ പൊളിയോടാ, പൊളി പൊളി പൊളി. ഇത് കണ്ടോ? കൊള്ളാം കൊള്ളാം. ഇത് കൊള്ളാടാ. ഇത് കൊള്ളാം. ഈ ഉണ്ട് അവിടെയും കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടാണോ അവിടെയാണോ കൊള്ളാവുന്നേ? ഇവിടെ സെറ്റ് ചെയ്യാവുന്നോ ഗൈസ്? അപ്പോൾ അതേ നമുക്ക് സ്ഥലം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആദ്യമേ നോക്കണോടാ എല്ലാം കാര്യങ്ങളൊക്കെ. ഇവിടെ കൊള്ളാം കേട്ടോ. അവിടെ അത്യാവശ്യം തെളിഞ്ഞിടക്കും അല്ലേ? അപ്പം അത്യാവശ്യം ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അന്ന് ഇറക്ക് സാധനം ഇറക്ക്. ഇതിന്റെ എങ്ങനെ സംഭവം എന്ന് അറിയത്തില്ല. ഇതെന്ന് പറയുമ്പോഴത്തേന് ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഒരു സിബ് ഉണ്ട്. അതെ, സിബ് നമുക്ക് തുറക്കണം. ആ സിബ് തുറക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമുക്ക് അത് വേണ്ട. സൈഡ് മാറ്റേക്ക്, അത് മാറ്റേക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലോഡ് അടിക്കുമായിരുന്നു വീട്ടിൽ സാധനം കൊണ്ടുവന്നത്. അതെ, കലവും കസാര ടാർപ്പ അവിടെ വിടർത്താ. എങ്ങനെ സംഭവം എങ്ങനെ അറിയത്തില്ല. സംഭവം ഇതെങ്ങനെ നൂർക്ക്. ആഹാ, കളർഫുൾ പാരഷൂട്ട് പോലും ഉണ്ടല്ലോടാ. ഇത് എനിക്ക് അറിയാത്ത സംഭവം. ഇതെന്ന് പറയുമ്പോ കമ്പി എല്ലാം എടുത്ത് നമ്മള് എന്താണ് സംഭവം? നീ എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ സംഭവം എന്ന് പറയുമ്പോ ഇവന്മാരെന്താ എവിടെ വട്ടവടയിൽ അങ്ങോട്ട് പോയപ്പോ ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. ആണോ? സംഭവം തെക്ക് വടക്ക്
യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ മെക്കാനിസം ഒന്നും നമുക്ക് അറിയത്തില്ല. ചൂണ്ട വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇതിലെങ്ങനെ കയറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എല്ലാവരും നല്ല നല്ല കമന്റുകൾ കാരണം കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടിയോട്ട് ഇറങ്ങിയത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് നിങ്ങൾ കമന്റ് ചെയ്യണം, മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അവസാനം നമ്മുടെ ടെന്റ് തന്നെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. ഇല്ല ഇങ്ങോട്ടോക്ക്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നല്ല ചൂടാതെ. അതെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കിടിയല്ലായിരിക്കും. അതെ നമ്മൾ ഈ ഇതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ചൂട് കാരണം നെല്ലെല്ലാം വിളഞ്ഞു ഓൾറെഡി. അതെ അപ്പൊ ആ ഇതിൽ നമ്മളും വിളഞ്ഞോണ്ടിരിക്കും. അതെ അതെ രാവിലെ ആകുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ പാടശേഖരത്തിന്റെ സൈഡിലാണ് നമ്മളിപ്പോ ടെന്റ് അടിച്ചേക്കുന്നത്. അതെ അതെ താറാവ് നമ്മളിന്ന് പ്രൊഫഷണലായിട്ടാണ്. അതെ കൈസപ്പോ നിങ്ങൾ ഈ വട്ടം പറയരുത് താറാവുകാരാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു ടെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ടെന്റ് എന്താ പാരാഗ്ലൈഡിങ്ങോ? ഒരു ഗസ്റ്റ് ഉണ്ടല്ലേ? ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ വീഡിയോക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് വരുന്നുണ്ട്. അവന് വേണ്ടിയാണ് ഈ ഒറ്റമുറി ടെന്റ്. നമ്മള് ഒറ്റമുറിയിലെ ഉള്ളി കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ടെന്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ നേരത്തെ കഷ്ടപ്പാടൊന്നും ഇല്ല. ആദ്യത്തെ ഒരു കഷ്ടപ്പാടേ ഉള്ളായിരുന്നില്ലടാ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കും അല്ലടാ. അപ്പൊ ഞങ്ങൾ ഈ വെച്ചേക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഗ്ലാസ് അല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഗ്ലാസ് ആണ് കേട്ടോ. ഗൈസ് അപ്പോൾ ഈ കണ്ണാടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ അടിയിലുള്ള മീനെ നമുക്ക് നോർമലായിട്ട് കണ്ണാടി ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ നമുക്ക് മീനെ ടാർഗറ്റ് ചെയ്തിട്ട് മീൻ പിടിക്കാവുന്നതാണ് അല്ലടാ. പ്രത്യേകത അല്ല ഇതിന്റെ അല്ല, ഇത് 150 രൂപയ്ക്ക് നമ്മൾ മേടിച്ചാണല്ലേ. ഇത് ഉത്സവപ്പറമ്പിലാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കണ്ണാടിയുടെ ഒരു വേറൊരു മോഡൽ കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പടം കണ്ടോ? ഈ ഒരു പടത്തിലാണെങ്കിൽ ഒരാൾ മീൻ പിടിക്കുന്നതല്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ വേണ്ടേ ഈ ഗ്ലാസ് വെക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം മീനെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് ഒന്ന് പെടുക്കാൻ മാറ്റിക്കടാ. കണ്ടോ? കാണുന്നില്ല വെച്ചേ. കണ്ടോ? മീനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്ത് മീനൊക്കെ പിടിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ അടിയിലുള്ള മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുന്നവർക്കും ഗണ്ണ് വെച്ച് മീൻ പിടിക്കുന്നവർക്കെല്ലാം അടിപൊളിയായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ നമ്പർ മണ്ടയ്ക്ക് കൊടുത്തേക്കാം. നമ്മുടെ കമോൺ ആംഗ്ലേസിൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് മേടിച്ചിട്ട് ഉള്ള മീനെല്ലാം അങ്ങ് അടിച്ച് കയറ്റിയേക്ക് ഗൈസ്. അപ്പോൾ വൈകിട്ട് നിങ്ങൾക്ക് ഫയറൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് ചുള്ളിലും കമ്പുമൊക്കെ വേണം. അതുപോലെ അതിന് വീട്ടിൽ പോയിട്ട് കുറച്ച് വിറക് എടുത്തുകൊണ്ട് വരണം കേട്ടോ. മുള ഈറ കൊണ്ട് അത്യാവശ്യം നല്ല ഈറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് അടുത്തായതുകൊണ്ടേ വിറകും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വിറകെല്ലാം എടുത്തുകൊണ്ട് വരണം ഗൈസ്. അപ്പോഴേ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. വേണ്ടേ നല്ല നാടൻ വിറകല്ലടാ. നാടൻ വിറകുമായിട്ട് നമ്മൾ വരുവാണ്. ഫ്ലാഷ് മൂത്രം അടിക്കുന്നുണ്ട്, വഴിയാണെന്ന് കാണുന്നില്ല ദൈവമേ ഗൈസ്. അപ്പോൾ വീട്ടിൽ നല്ല ഉണങ്ങിയ നല്ല വിറകുണ്ട്. അവിടെ ഇവിടെയാണ് നമ്മൾ. അതെ ടെന്റ് കത്താനോ? അതെ വേണ്ട വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട്. ഇതിൻ്റെ തീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ചെറിയ കരിഞ്ഞ എന്താ പുല്ലൊക്കെ, നെൽക്കതിരിൻ്റെ പുല്ലുകൾ, ഞാറിൻ്റെ ഉണക്കപ്പുല്ലൊക്കെ എടുത്ത് നമ്മൾ വേണ്ടേ ഇവിടെ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ. കച്ചി കിട്ടും. ഇതേപോലെ ക്യാമ്പ് ചെയ്യുന്ന ദാരിദ്ര്യം പിടിച്ചത് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ വേറെ ആരുമില്ല. പഞ്ചായത്ത് അല്ല ഈ ഇന്ത്യയിൽ തന്നെ ആരും കാണത്തില്ല ഇതുപോലെ ദാരിദ്ര്യമായിട്ട് ചെയ്യുന്നമാര്. കാടിന്റെ ഇവിടെ കണ്ടത്തിന്റെ അടുക്ക് വന്നിരിക്കുക. അതായത് ഈ നിങ്ങളൊക്കെ ആലോചിക്കുന്ന ഞങ്ങൾ ഈ പറയുന്നത് എന്താ വീട്ടിലെങ്ങാണ് വരുന്ന പോലെ രണ്ട് ടെന്റും കൊണ്ട് വെച്ചേക്കോ കണ്ടത്തിന്റെ അടുക്ക്. അത് കാണുന്നോലും ഇല്ല. എങ്ങോട്ട് പുറവശത്തോട്ട് കാണിച്ചു കൊടുക്കും ഗൈസ്. അപ്പോൾ നമ്മളത് തീയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്കിനി ചിക്കൻ ആയി ചൂടാൻ വേണ്ടി കുറച്ച് കമ്പൊക്കെ വേണമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ കോഴിയെ ചൂടാനുള്ള സെറ്റപ്പൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ 2 വീക്കമ്പ് വെച്ചാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. സോറി. അപ്പോൾ അതെ തീയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കയറ്റാടാ. ഗൈസ് അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ മസാല തേച്ച് വെച്ച കോഴിയുടെ പെടലിക്കകത്തൂടെ കയറ്റി ഇപ്പുറത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ നമ്മൾ ഇന്ന് കോഴി അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുത്തേക്ക് അങ്ങോട്ട്. 1980
57 തൊട്ട് ഇതിങ്ങനെയാണ്. ഗ്രേവി കുറച്ചൊന്നും കഴിച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മൾ വേണ്ട കോഴിയെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കരീംലാൽ എത്തിയേക്കുവാണ് കേട്ടോ. ചിക്കൻ ഭക്ഷിക്കാൻ വേണ്ടി കറക്റ്റ് സമയത്ത് എത്തിയേക്കുവാണ് കരീംലാൽ. എവിടെ പോയി കേട്ടോ? ജോലിയൊക്കെ കിട്ടി കേട്ടോ. വലിയ ജോലിക്കാരനാണ് ഇപ്പം കച്ചമ്പർദാസ്. അപ്പോൾ അതെ നമ്മളിത് ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ടെൻറ്റിലോട്ട് കയറുവാണ് ഇപ്പോഴെങ്ങ് നെയ്യൊക്കെ ഉരുകി ഇറങ്ങുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ നല്ലപോലെ ഉരുകി ഇറങ്ങുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്ത് മുരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്. അപ്പോൾ അതെ ഞങ്ങളിത് ഇങ്ങനെ ചൂടിൻ്റെ അകത്ത് ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനപ്പുറം നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴിക്കണം. ഇവിടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണം അല്ലേ? പക്ഷെ എങ്ങനെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? പക്ഷെ എനിക്കാണെങ്കിൽ നമ്മൾ അന്ന് ഇതിനു മുമ്പ് നമ്മൾ ടെൻ്റ് അടിച്ചില്ലേ, അപ്പുറത്ത് ഇതിനു മുമ്പ് നമ്മൾ ക്യാമ്പ് ചെയ്തില്ല. അത് എനിക്ക് ഒത്തിരി സ്ഥലത്തോട്ട് വന്നു. പക്ഷെ ഇതും കൊള്ളാം. അതല്ല അങ്ങനെയല്ല പറഞ്ഞത്. അത് നമ്മൾ പെട്ടെന്ന് അത് കഷ്ടപ്പെട്ട് കുറെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഇത് പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് വന്നേക്കാണ്. ആർക്കും ഒരു ശല്യമില്ലാത്ത ഒരു പാടശേഖരത്തിൻ്റെ സൈഡിൽ നമ്മൾ കണ്ട് 2 ടെൻറ്റ് വിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു വൈബ് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞങ്ങളെ അത് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ട നമുക്ക് തീയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പറ്റത്തില്ല, ഓൾറെഡി കാണാൻ പറ്റത്തില്ല. തീ പോയി കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. അപ്പം വേറെ എന്താണ് പറയാനുള്ളത്? വെട്ടം പറ്റേ എല്ലാവർക്കും ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളിവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. 2 കണ്ണിൻ്റെ അകത്ത് വെട്ടം അടിക്കുന്നു. ഒരു വെള്ള ഷർട്ട്, ഒരു വെള്ളത്തൊപ്പി മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട് പറയണം. ഇതിനകത്ത് ഒരാളിരിപ്പുണ്ട് കേട്ടോ. ഫ്ലാഷൊക്കെ വേറൊരാളുണ്ട് ഇവിടെ. മട്ടെണ്ണുണ്ട്. മിക്കവാറും എൻ്റെ മുട്ട് കരിഞ്ഞു പോകുന്നത്. തൊലിയൊക്കെ പകുതി വന്നിട്ടുണ്ട്. ഈ സൈഡ് ഇപ്പോൾ വെന്തതാ. ഇനി അപ്പുറത്തെ സൈഡ് നിങ്ങളൊന്ന് ആലോചിക്കുക. എന്ത് വട്ടാന്ന് ആലോചിക്കുക. ഒരു വെട്ടവും വെളിച്ചവും ഇല്ല. 2 ചൂട്ട് വെട്ടത്തിൽ ഇരിക്കും. 2 ടെന്റും വെച്ച് അയ്യത്ത് ഉള്ള ഓലയെല്ലാം കത്തിച്ചു. അപ്പുറത്ത് എന്റെ കൈയുടെ രോമെല്ലാം കത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയൊക്കെ ഒന്ന് പോകും. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇനി ഇരുന്ന് ഞങ്ങളെ കത്തിപ്പോകും. കണ്ണനെ വിടാൻ ഉദ്ദേശിക്കണം. അപ്പൊ അവന് കൂട്ടായിട്ട് 2 പേര് വേണം. എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. ഭാഷ അറിയാൻ വേണ്ടി പിന്നെ ഇവനെ കൂടെ വിളിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അല്ല വള്ളി ഉണ്ടാക്കാൻ വേണ്ടി വള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇവനെ കൂടെ വിളിക്കുന്നു. വള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇവനെ കഴിഞ്ഞാലേ ഉള്ളൂ. കണ്ണന്റെ കൂടെ വിടാൻ വിശ്വാസം. ഏത് ദേശത്ത് പോയാലും വള്ളി ഉണ്ടാക്കാം. അതെ പറഞ്ഞ് വിശ്വാസമുള്ള 2 പേര് വേണം. ഗൈസ്. അപ്പോൾ നമ്മുടെ തീയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ വാഴയിലൊക്കെ നമ്മുടെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാര്. അതിൻ്റെ മണ്ടക്കത്തെ ഭാഗം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് തീർത്തയാണ്. നേരെ കൊണ്ട് ഇറക്കി വെക്ക്. കഴിക്കാനായിട്ട് പോകണം കേട്ടോ. എന്തോടാ പറഞ്ഞതിനപ്പോൾ തീർക്കും അങ്ങ്. നല്ല വശപ്പെട്ടില്ലേ? എങ്ങോട്ടാ കൊള്ളാമോ ഗൈസ്? അപ്പം എല്ലാവരും നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട പീസാണോ? നല്ല ജ്യൂസി ആയിട്ടുള്ള പീസ. അടിപൊളിയല്ലേ ചിക്കൻ കഴിക്കട്ടെ. ഞാൻ ഇച്ചിരി ജ്യൂസി ആയിട്ടുള്ള പീസ് എടുക്കട്ടെ. വളരെ രുചിയുണ്ട്. അപ്പം നല്ല ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡ് തീയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ നമ്മുടെ ദാസപ്പനും സേതുവൊക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. സുബിനാണെങ്കിൽ ഒറ്റമുറി വേണമെന്ന് പറഞ്ഞ് ഒറ്റമുറിക്കകത്ത് കിടക്കുകയാണ്. കണ്ടോ? കൊള്ളല്ലേ? ആട്ടമുണ്ടല്ലേ? അപ്പോൾ വേറെ കൊതുകൊന്നും കടിക്കണം. അടച്ചിട്ടേക്ക്. ഓക്കെ എന്നാ ഗുഡ് നൈറ്റ്. പൈസപ്പത്തേ ഞങ്ങൾ കിടക്കാനായിട്ട് പോകണേ. ഇവിടെ വാതിലൊന്നും ഞങ്ങൾ അടയ്ക്കുന്നില്ല. നീങ്ങ ഇറത്ത് ചാവ് കേട്ടോ. എല്ലാം ആണ് അതിൻ്റെ അകത്ത് കിടന്നിട്ട്. നല്ല ചൂടുണ്ട്. ശരി എന്നാ ബൈ.
ഞാനാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. രാത്രിയത്തെ അവസ്ഥ ഇതാ കേട്ടോ. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ മനസ്സിലാവുന്ന അറിയത്തില്ല. ലൈറ്റ് കിടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. നല്ല മഞ്ഞുണ്ട്. നോക്കുക. സുബിനൊക്കെയാണ് ഇതിനകത്ത് കേട്ടോ. സുബിനൊക്കെയാണ് നമുക്ക് നോക്കാം. കൊതുകുവരയൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുക. ഇവന്മാരും ഉറക്കം കേട്ടോ. അപ്പം രാവിലെ എണ്ണിച്ചിട്ട് നല്ല മോർണിംഗ് വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. രാവിലെ എണ്ണിക്കുവാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. അപ്പം എന്തായാലും രാവിലെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. 6 മണിയായി. 6 മണി. അപ്പോൾ 6 മണി വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? എനിക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയാണ്. ഇവരെല്ലാം എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയേ എണ്ണിക്ക്. നമ്മുടെ കച്ചമൃദാസ് രാവിലെ തന്നെ പോയി കേട്ടോ. അവന് രാവിലെ ജോലി ഉണ്ടാവും. രാവിലെ പോയി. എണ്ണി കൊതുകലയ്ക്കൊന്നും എണ്ണിക്ക്. തുറക്ക്. അവിടെ തണുപ്പുണ്ടാ? രാത്രി തണുപ്പുണ്ടായിരുന്നു. രാത്രി അല്ല, എൻ്റെ ദേഹമെല്ലാം തണുപ്പായി മൊത്തം. ഉടുപ്പലെല്ലാം തണുപ്പ് കയറി. എണ്ണിക്കട്ടാ ബാബാ, ഇറങ്ങും. ഇതെല്ലാം ഇനി അഴിച്ചോണ്ട് വീട്ടിൽ പോകണം. ഇനി ഗൈസ്, അപ്പം ഇനി ടെൻ്റൊക്കെ അഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകണം കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ലപോലെ ഉറങ്ങി. അല്ലേ എങ്ങോട്ടാടാ? ഈ പാക്ക് കളിക്കകത്തുനിന്ന് മണ്ടയ്ക്കോട്ട് തണുപ്പടിക്കുന്നുണ്ടോ? ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതെല്ലാം അഴിച്ചോണ്ട് നേരെ വീട്ടിൽ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് ശരി എന്നാ. ഓക്കെ ശരി എന്നാ. ഓക്കെ കമന്റ് ചെയ്യുന്നു.